ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 6 ഡിക്രീസിങ് നമ്പേഴ്സ്. അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ളത് 6ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഡിക്രീസിങ് നമ്പേഴ്സ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള എല്ലാ യൂണിറ്റും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം 6ാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്ന്. അപ്പോൾ ആദ്യത്തേത് എന്താ? അബാക്കസ്. Kitchu and friends have made abacus and are playing with it. അപ്പോൾ എന്താണ്? കിച്ചുവിൻ്റെ ഫ്രണ്ട്സും അബാക്കസ് എടുത്തിട്ട് കളിക്കുകയാണ്. അബാക്കസ് ഉണ്ടാക്കിയിട്ട് കളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് അബാക്കസ്? ഈ ഫിഗറിൽ തന്നിരിക്കുന്ന ഇതാണ് അബാക്കസ്. കൂട്ടുകാർക്ക് അറിയുന്നുണ്ടാവും അബാക്കസിനെ കുറിച്ചിട്ട്. ദിസ് ഈസ് മൈ അബാക്കസ്. അപ്പോൾ ഒരു കുട്ടി പറയുന്നുണ്ട് ഇതാണ് എൻ്റെ അബാക്കസ്. ദാറ്റ്സ് ദ ലാർജസ്റ്റ് 3-digit നമ്പർ. അപ്പോൾ എന്താണ്? ഒരു കുട്ടി പറയുന്നുണ്ട് ഇതാണ് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 999. അപ്പോൾ ഈ അബാക്കസിൽ ഉള്ള ഡിജിറ്റ് എത്രയാണ്? 999. നമുക്കിതൊന്ന് എണ്ണി നോക്കാം 9 എണ്ണം ഉണ്ടോന്ന്. ഓക്കെ, 1 2 3 4 5 6 7 8 9. 9 എണ്ണം ഉണ്ട്. ഇതിലും 9 എണ്ണം ഉണ്ട്. ഇതിലും 9 എണ്ണം ഉണ്ട്. സോ ദ ലാർജസ്റ്റ് ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 999 ആണ്. ഓക്കെ, ഇനി അതിൻ്റെ അടിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ നമ്പർ ഓൺ ദ അബാക്കസ്? ഈ അബാക്കസിലെ നമ്പർ എത്രയാണ്? 999. വാട്ട് നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം ഇറ്റ് ഗിവ്സ് ദ സ്മോളസ്റ്റ് 3-digit നമ്പർ? ഇതിൽ നിന്നും എന്ത് സബ്ട്രാക്ട് ചെയ്താലാണ് നമുക്ക് ഏറ്റവും ചെറിയ ദ സ്മോളസ്റ്റ് 3-digit നമ്പർ കിട്ടുക? സ്മോളസ്റ്റ് 3-digit നമ്പർ എത്രയാണ്? 100 ആണ്. അപ്പോൾ ഇതിൽ നിന്നും എന്ത് സബ്ട്രാക്ട് ചെയ്താലാണ് നമുക്ക് സ്മോളസ്റ്റ് 3-digit നമ്പർ കിട്ടുക? അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 999 - 100 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും 899. സബ്ട്രാക്ട് ചെയ്താൽ 999ൽ നിന്നും 899 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 100 കിട്ടും. ഡ്രോ ദിസ് ഓൺ ദ അബാക്കസ്. എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ 100 നമുക്ക് അബാക്കസിൽ വരക്കണം. അപ്പോൾ വൺസ് പ്ലേസിൽ ആരെങ്കിലും വരക്കണോ? വേണ്ട, 0 ആണ്. അതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും വരക്കണ്ട. ഓക്കെ, ഇനി ടെൻസ് പ്ലേസിൽ നോക്കൂ, അവിടെയും 0 ആണ്. സോ നമ്മൾ അവിടെയും ഒന്നും ചെയ്യണ്ട. ദെൻ 100 പ്ലേസിൽ നോക്കൂ, 100 പ്ലേസിൽ 1 ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഒരെണ്ണം വരക്കണം. ഓക്കെ, ഇതാണ് 100. അപ്പോൾ അബാക്കസിൽ ഇങ്ങനെയാണ് നമ്മൾ വരക്കാനായിട്ട്. ഇനി എന്താ? ഇവിടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. 99 - 100 10 എത്രയാണ്? നമ്മൾ 9 ഇറക്കിട്ടു. 9ൽ നിന്ന് 1 കുറച്ചാൽ 8. അപ്പോൾ എത്രയാണ്? 89. അങ്ങനെയാണെങ്കിൽ 999 - 100 ആണെങ്കിലോ 9 9ൽ നിന്ന് 1 പോയാൽ 8. 899. അങ്ങനെയാണെങ്കിൽ 9999 - 1000 ചെയ്താൽ എത്ര കിട്ടും നമുക്ക്? 9 ഇറക്കിട്ടു, അടുത്ത 9 ഇറക്കിട്ടു, അടുത്ത 9 ഇറക്കിട്ടു, 9ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 8. അപ്പോൾ എത്രയാണ്? 8999. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. ലെറ്റ്സ് സബ്ട്രാക്ട്. അപ്പോൾ അടുത്തത് എന്താ? ലെറ്റ്സ് സബ്ട്രാക്ട് ആണ് അടുത്തത്. നമുക്ക് നോക്കി നോക്കാം. സബ്ട്രാക്ടിങ് ദ ലാർജസ്റ്റ് 2-digit നമ്പർ ഫ്രം ദ ലാർജസ്റ്റ് 3-digit നമ്പർ ഗീവ്സ് വാട്ട് നമ്പർ? അപ്പോൾ എന്താണ്? നമ്മൾ ലാർജസ്റ്റ് 2-digit നമ്പറിനെ ലാർജസ്റ്റ് 3-digit നമ്പറിൽ നിന്നും മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ലാർജസ്റ്റ് 3-digit നമ്പർ എന്ന് പറയുന്നത് 999 ആണ്. ദെൻ ലാർജസ്റ്റ് 2-digit നമ്പർ എന്ന് പറയുന്നത് 99 ആണ്. അപ്പോൾ ഇതിൽ നിന്നും ഇത് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 9 - 9 0 0. ഈ 9 ഇറക്കിട്ടു. എത്രയാണ്? 900 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കി നോക്കാം. സബ്ട്രാക്ടിങ് 120 ഫ്രം 314 ഗീവ്സ് വാട്ട് നമ്പർ? അതായത് 340ൽ നിന്നും നമ്മൾ 120 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 0 നമ്മൾ ഇറക്കിയിട്ടു. 4 - 2 2, 3 - 1 2. അപ്പോൾ എത്രയാണ്? 220.
220 is the answer. Okay അല്ലേ? Then seek choose answer. We need only subtract 12 tens from 34 ones. 34 tens minus 12 tens dash tens is equal to dash. അതായത് 34 മൈനസ് 12 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. അപ്പൊ എന്താണ് 34 ടെൻസിൽ നിന്നും 12 ടെൻസ് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര ടെൻസ് കിട്ടും? എത്ര ടെൻസ് കിട്ടും? 22 ടെൻസ് കിട്ടും. എത്രയാണ്? 22 ടെൻസ്. അപ്പൊ ഈ 22 ടെൻസ് എന്ന് പറഞ്ഞാൽ എത്ര വൺസ് ആണ്? ഈ 22 ടെൻസ് എന്ന് പറഞ്ഞാൽ 220 ആണ്. 220 ആണ്. ഓക്കെ അല്ലേ? വാട്ട് ഇഫ് യു വാണ്ട് ടു സബ്ട്രാക്ട് 160 ഫ്രം 340? അപ്പൊ അങ്ങനെയാണെങ്കിൽ 340 നിന്നും 160 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും എന്നാണ് ചോദ്യം. നമുക്ക് കടെടുക്കണം. ഇവിടെ 14 ആവും, ഇവിടെ 2 ആവും. 6 കഴിഞ്ഞാൽ 7, 8, 9, 10, 11, 12, 13, 14. എത്രയാണ്? 8, 1. അപ്പൊ എത്രയാണ്? എത്ര ടെൻസ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 34 മൈനസ് 16 18. അപ്പൊ 18 ടെൻസ് ആണ്. 18 ടെൻസ് ഈസ് ഈക്വൽ ടു 180. ഓക്കെ അല്ലേ? What about subtracting 162 from 346? അങ്ങനെയാണെങ്കിൽ 346 മൈനസ് 162 എത്രയായിരിക്കും? 6ൽ നിന്ന് 2 പോയാൽ 4. ദെൻ ഇവിടെ 14 ആവും, ഇവിടെ 2 ആവും. 6 കഴിഞ്ഞാൽ 7, 8, 9, 10, 11, 12, 13, 14. എത്ര കിട്ടി? 8 കിട്ടി. ദെൻ ഇവിടെ എത്ര വരും? 1. 184. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കാം മെത്തേഡ് 1. നെക്സ്റ്റ് ഒരു മെത്തേഡ് നമുക്ക് നോക്കി നോക്കാം. കാൽക്കുലേറ്റ് ഹൗ മച്ച് യു ആഡ് ടു 162 to get 346. അതായത് calculate how much you add to 162. നമ്മൾ 162ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് നമുക്ക് 346 കിട്ടുക? നോക്കി നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 162ന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് നമുക്ക് 346 കിട്ടുക? അപ്പൊ അതിനെന്ത് ചെയ്താൽ മതി? അതിന്റെ ഒരു മെത്തേഡ് 1 ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് നമുക്കൊന്ന് ഇവിടെ ചെയ്ത് നോക്കാം. മെത്തേഡ് 1 എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ 162ന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് നമുക്ക് 170 കിട്ടുക? റൗണ്ട് ചെയ്തിട്ട് നമുക്ക് 170 ആക്കാം. അപ്പൊ അവിടെ നമുക്ക് 8 ആഡ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്താണ്? 170 ആയി. ഈ 170നെ നമുക്ക് എന്ത് ചെയ്യാം? 200 ആക്കാം. അപ്പൊ 200 ആക്കണം എന്നുണ്ടെങ്കിൽ 170ന്റെ കൂടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്? 30 ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്തത് കിട്ടി 30. ഇനി നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 346 ആണ്. അപ്പൊ നമ്മൾ 346ലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ കിട്ടിയ 200ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 200 പ്ലസ് 146 ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോ നമുക്ക് ഇപ്പൊ ഈ കിട്ടിയിട്ടുള്ള സംഖ്യകളെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് മനസ്സിലാവും 162ന്റെ കൂടെ എത്ര കൂട്ടണം എന്നുള്ളത്. 8 പ്ലസ് 30 പ്ലസ് 146 കൂട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടും 184. അപ്പോ 162ന്റെ കൂടെ 184 കൂട്ടിയാലാണ് നമുക്ക് 346 കിട്ടുക. ഓക്കെ, അപ്പൊ അതൊരു മെത്തേഡ് ആണ്. ഞാൻ അടുത്തത് വേറൊരു മെത്തേഡ് 2 ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ 346ന് നമുക്ക് 300 പ്ലസ് 40 പ്ലസ് 6 എന്ന് എഴുതാം. അതുപോലെ തന്നെ 162നെ നമുക്ക് 100 പ്ലസ് 60 പ്ലസ് 2 എന്നും എഴുതാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്താൽ മതി.
എങ്ങനെ ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യും? ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ നമുക്ക് 346-ൽ 300 അല്ല ഉള്ളത്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിനായിട്ട് അവിടെ 200 എന്ന് എഴുതിയിട്ട് ആ ഒരു 100 നമ്മൾ എന്ത് ചെയ്തു? 40-ന് കൊടുത്തു. അപ്പൊ 40 എന്തായി? 140 ആയി. ബാക്കിയെല്ലാം സെയിം ആയി. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 100 പ്ലസ് 80 പ്ലസ് 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 184 കിട്ടും. രണ്ട് മെത്തേഡും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 346 മൈനസ് 162 ചെയ്താൽ നമുക്ക് 184 ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെയും കുറച്ച് മെത്തേഡ് ഉണ്ടെന്ന് കൂട്ടുകാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇവിടെ. ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. Kichu made 896 on his abacus and Chippy made 697 on hers. How much more than Chippy's number is Kichu's number? അപ്പോൾ എന്താണ്? കിച്ചുവിന്റെ അബാക്കസിൽ 876 ഉണ്ടാക്കി. ചിപ്പി ആണെങ്കിലോ 697 ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ എത്ര കൂടുതലാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്? എത്ര കൂടുതലായിരിക്കാം ഉള്ളത്? അപ്പൊ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് നോക്കി നോക്കാം. ഫസ്റ്റ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള മെത്തേഡിൽ തന്നെ ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഡയറക്റ്റ് മെത്തേഡും കാണിച്ചു തരാം. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള മെത്തേഡ് എന്താണ്? 876-ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 800 പ്ലസ് 70 പ്ലസ് 6 എന്നും അതുപോലെ 697 നമുക്ക് 690 പ്ലസ് 7 എന്നും എഴുതി. ഓക്കെ അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? എന്നിട്ട് നമ്മൾ ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യാം. അങ്ങനെയല്ലേ നമ്മൾ കണ്ട? ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? നോക്കി നോക്കൂ, എത്ര കിട്ടും? 800. ഇതിൽ നമുക്ക് ഇങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 800 എന്ന് നമ്മൾ അതേപോലെ എഴുതി. 60 ഇവിടുത്തെ ഉള്ള ഒരു 10-നെ നമുക്ക് ഇവിടെ കൊടുത്തു നോക്കാം. കാരണം എന്താണ്? 6-ൽ നിന്നും 7 കുറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടുന്ന് ഒരു 10 ഇങ്ങോട്ടേക്ക് കൊടുത്തു. അപ്പൊ എത്രയായി? ഇവിടെ എത്രയായി? 70 മാറിയിട്ട് അവിടെ 16 ആയി. 6 മാറിയിട്ട് അവിടെ എത്രയാവും? 16 ആവും. ഓക്കെ, എന്നിട്ട് 697-ന് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ അതേപോലെ തന്നെ എഴുതി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇതിൽ നിന്നും ഇത് 7 കഴിഞ്ഞാൽ 8, 9, 10, 11, 12, 13, 14, 15, 16, 9 കിട്ടി. പക്ഷെ ഇവിടെ നോക്കൂ, അപ്പോഴാണ് അടുത്ത പ്രോബ്ലം. എന്താണ്? 60-ൽ നിന്നും 90 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 800-ൽ നിന്ന് നമുക്ക് ഒരു 100 നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതായത് ഇവിടെ 700 ആവും. 60 മാറിയിട്ട് ഒരു 100 കൂടി കൂട്ടുമ്പോൾ 160 ആവും. 16 സെയിം ആയിട്ടിരിക്കും. അടിയിൽ എന്താണ്? അടിയിൽ സെയിം 600, 90, 7. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി നോക്കാം. 16-ൽ നിന്നും 7 മൈനസ് ചെയ്താൽ 9. 160 മൈനസ് 90 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 70. ദെൻ 700-ൽ നിന്നും 600 മൈനസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കിട്ടിയിട്ടുള്ള സംഖ്യകൾ എല്ലാം കൂടി ആഡ് ചെയ്യുക. 100 പ്ലസ് 70 പ്ലസ് 9, 9, 7, 1. 179 ആണ് നമ്മുടെ ആൻസർ വരിക. അപ്പൊ ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള മെത്തേഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കി നോക്കാം. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 876 മൈനസ് 697 ചെയ്യാം. അപ്പൊ ഇവിടെ പോവില്ല. ഇവിടെ 16 ആവും. ഇവിടെ എന്താണ്? 7 ഉള്ളത് 6 ആവും. ഇവിടെ എന്താണ്? 8 ഉള്ളത് 7 ആവും. ഒരെണ്ണം ഇങ്ങോട്ട് പോവും. ദെൻ 7 കഴിഞ്ഞാൽ 9 കിട്ടും. ദെൻ 16 മൈനസ് 9, 7. 6 മൈനസ് 7, 1. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യും? 179 കിട്ടും. ഓക്കെ അല്ലേ? രണ്ട് മെത്തേഡും ഓക്കെ അല്ലേ? നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. എന്നിട്ട് മൈനസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി നോക്കാം. പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്താണ്? അപ്പുറത്തെ ഡിജിറ്റിൽ നിന്നും ഒരെണ്ണം കടമെടുക്കുക.
ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കി നോക്കാം. യു ഹാവ് 13 ബീഡ്സ്. Write the largest 3-digit number and the smallest 3-digit number you can show on the abacus using these. What is the difference? Largest 3-digit number, smallest 3-digit number and their difference. അപ്പോൾ എന്താണ് പറയുന്നത്? നിങ്ങളുടെ കയ്യിൽ 13 ബീഡ്സ് ഉണ്ട്. Okay. What is the largest 3-digit number? What is the അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 13 ബീഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ largest 3-digit number and the smallest 3-digit number. ഈ 13 ബീഡ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന largest 3-digit നമ്പറും അതുപോലെ തന്നെ smallest 3-digit നമ്പറും എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതും ലാർജസ്റ്റും എഴുതണം, സ്മോളസ്റ്റും എഴുതണം, അവരുടെ ഡിഫറൻസും എഴുതണം. അപ്പോൾ 13 ബീഡ്സ് ആണ് ഉള്ളത്. ഏറ്റവും ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 999 ആണ്. അത് വേണമെന്നുണ്ടെങ്കിൽ എത്ര ബീഡ്സ് വേണം? 9 + 9 + 9 ബീഡ്സ് വേണം. അതായത് 27 ബീഡ്സ് വേണം. നമ്മുടെ കയ്യിൽ ആകെ എത്രയാണ് ഉള്ളത്? 13 ബീഡ്സ് ആണ് ഉള്ളത്. ഓക്കെ. അപ്പോൾ 13ഉം 27ഉം ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 950 പറ്റുന്നുണ്ടോ നോക്കി നോക്കാം. 9 + 5 എത്ര? 9 കഴിഞ്ഞാൽ 10, 11, 12, 13, 14. അപ്പോൾ ഇത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾക്ക് എത്ര വേണം? 14 ബീഡ് വേണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 940. 9 + 4 13. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ലാർജസ്റ്റ് 3-digit നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 940. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 13 ബീഡ്സ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന സ്മോളസ്റ്റ് നമ്പർ എത്രയായിരിക്കും? 13 ബീഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ നമുക്ക് 13 കിട്ടണം. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എന്തായാലും 3-digit നമ്പർ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും ഒരെണ്ണം വേണം. അപ്പോൾ ഇവിടെ ഒരെണ്ണം പോയി. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ 2 എണ്ണം കൊടുത്തു നോക്കിയാലോ? ഇവിടെ ഒരെണ്ണം കൊടുത്താൽ ബാക്കി എത്ര ബീഡ്സ് വരും? ഇവിടെ നമുക്ക് മാക്സിമം എത്ര എണ്ണം കൊടുക്കാൻ പറ്റുക? 9 എണ്ണം. ഇപ്പോൾ ഒരെണ്ണം ഇവിടെ വെച്ചു, ബാക്കി 9 എണ്ണം ഇവിടെയും വെച്ചു. ബാക്കി 13 ബീഡിൽ എത്ര ബീഡാണ് ഇനി ബാക്കിയുള്ളത്? 3 ബീഡ്. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്പർ കിട്ടി 1, 3, 9. ഓക്കെ. അപ്പോൾ സ്മോളസ്റ്റ് 3-digit നമ്പർ എത്ര? 193. ഇനി അടുത്തത് എന്താണ്? അവ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഡിഫറൻസ് മേലെ പറഞ്ഞിട്ടുള്ള ആ മെത്തേഡിലും കൂട്ടുകാർക്ക് ട്രൈ ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ സിമ്പിൾ രീതിയിൽ പറയാണ്. 940 - 139. ഇതെന്താ? ഇവിടെ 10 ആവും, ഇവിടെ 3 ആവും. 1, 0, 1. എത്രയാണ് ആൻസർ വരിക? 8 - 1 8. അല്ല, 9 - 1 8 ആണ്. 801 ആണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. അടുത്തത് എന്താ നോക്കിയേ? വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ? തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ബിറ്റ്വീൻ വിച്ച് 2 numbers below is 761 - 318. അപ്പോൾ ഏത് 2 നമ്പറിന്റെ ഇടയിലാണ് 761 - 380 വരിക? അപ്പോൾ ഇതിന്റെ ഇടയിലാണെന്നാണ്. അപ്പോൾ ജസ്റ്റ് ടിക്ക് ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ മേലെ പറഞ്ഞ പോലെ സ്റ്റെപ്പിലൊന്നും ചെയ്യണം എന്നില്ല. എന്ത് ചെയ്താൽ മതി? 761 - 380 ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. അപ്പോൾ 1ൽ നിന്ന് 0 കുറച്ചാൽ 1. then ഇത് എത്ര വരും? 16 വരും. ഇവിടെ എത്ര വരും? ഇവിടെ 7 കളഞ്ഞിട്ട് അവിടെ 6 വരും. 8ൽ നിന്ന് 16 - 8 8 ആണ്. 381 ആണ് ആൻസർ. ബിറ്റ്വീൻ 400 and 500. 400ന്റെയും 500ന്റെയും ഇടയിലാണോ 350 381? അല്ല. ബിറ്റ്വീൻ 400 and 420. അതും തെറ്റാണ്. ബിറ്റ്വീൻ 380 and 400. 380നും 400നും ഇടയിലാണ് 381. ഓക്കെ. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ബിറ്റ്വീൻ 380 and 400 ആണ്. ഓക്കെ അല്ലേ?
ഇനി അടുത്തത് എന്താ, ട്രൈ ദിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. 8 - 1 7. അങ്ങനെയാണെങ്കിൽ 88 - 11 എന്തായിരിക്കും? 77. ഇനി 888 മൈനസ് 111 എത്രയായിരിക്കും? 777. Then 8888 മൈനസ് 11111 എന്താ വരിക? 7777. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. അടുത്തത് എന്താ? ഫൈൻഡ് ഔട്ട് ആൻഡ് വിൻ എ പ്രൈസ്. കണ്ടുപിടിക്കൂ, സമ്മാനം നേടൂ. ടുഡേ കിച്ചു സിസ്റ്റർ അമ്മു ഓൾസോ പ്ലേഡ് വിത്ത് കിച്ചു ആൻഡ് ഹിസ് ഫ്രണ്ട്സ്. അപ്പൊ ഇന്ന് എന്താ, കിച്ചുവിന്റെ സിസ്റ്റർ ആയിട്ടുള്ള അമ്മു എന്ത് ചെയ്യുന്നുണ്ട്? കിച്ചുവിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കുന്നുണ്ട്. സോ അതിന്റെ പിക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഐ വിൽ ഗീവ് എ പ്രൈസ് ടു ഓൾ. ഹൗ ഡു വി ഗെറ്റ് എ പ്രൈസ്? ദ വേ to get a prize is under a banyan tree. അപ്പൊ നമുക്ക് പ്രൈസ്, അപ്പൊ ചേച്ചി പറയുന്നുണ്ട് എന്ത്, ഞാൻ നിങ്ങൾക്ക് പ്രൈസ് തരാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് പ്രൈസ് കിട്ടാൻ ചോദിക്കുമ്പോൾ the way to get a prize is under the banyan tree. അപ്പോ പ്രൈസ് കിട്ടാനുള്ളത് എന്തുണ്ട്? ബനിയൻ ട്രീയുടെ അടിയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം. there is a piece of paper under the tree. എന്താണ്? ട്രീന്റെ അടിയിൽ ഒരു piece of paper ഉണ്ട്. what should be added to 3540 to get 3798. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആണ്. 3542ന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് നമുക്ക് 3798 കിട്ടുക? അപ്പൊ നമുക്ക് എന്താ, നമുക്ക് സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് മെത്തേഡ് വഴി നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുക? 3798 മൈനസ് 3542 അല്ലേ? 42. അപ്പൊ ഇതെന്ത് ചെയ്താൽ മതി? ഇത് മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കി നോക്കാം. 8 - 2 6, 9 - 4 4 5 6 7 8 9. then 5 കഴിഞ്ഞ് 6 7. എത്രയാണ് കിട്ടിയത്? 256. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? 256 കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് വേറെ മെത്തേഡിലാണ് മാത്രം. ഓക്കെ, അപ്പൊ ഇതെന്താ ചെയ്തത്? 3542നെ എത്ര കൂട്ടിയാലാണ് നമ്മൾ 3550 കിട്ടുകയെന്ന് കിട്ടി? 8 കൂട്ടിയാലാണ്. ഇനി നമുക്ക് 3550നെ റൗണ്ട് ചെയ്തിട്ട് എന്താ, 3600 ആക്കാം. അപ്പൊ അതിനെന്താ കൂട്ടേണ്ടത്? 50 കൂട്ടണം. ഇനി നമുക്ക് 3600ൽ നിന്ന് നമുക്ക് എന്താക്കാം? 3700 ആവാൻ പിന്നെ ഒരു 100, പിന്നെ 3798 ആവാൻ പിന്നെ എത്രയാണ്? 98. ലാസ്റ്റ് എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ്? 100 പ്ലസ് 98 പ്ലസ് 58. then പിന്നെ ഇത് രണ്ടും കൂടി 198 പ്ലസ് 58. ഈ 58നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 പ്ലസ് 56 എന്ന് എഴുതാം. അപ്പൊ ഇതും കൂടിയിട്ട് എത്രയായി? 200 ആയി. പ്ലസ് 56 256. അപ്പൊ ഇതാവുമ്പോ എന്താ, നമുക്ക് ഇങ്ങനെ കാൽക്കുലേഷൻ പെട്ടെന്ന് കിട്ടും. അപ്പൊ 100ന്റെ കൂടെ 98 കിട്ടും 158, 198ന്റെ കൂടെ 2 കൂട്ടിയാൽ 200. പക്ഷെ കുറച്ച് സ്റ്റെപ്പ് വരും. മറ്റേതാവുമ്പോൾ ഡയറക്റ്റ് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് പ്രത്യേകത ഉള്ളത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് 5849 and 2617? എന്താണ്? 5849ന്റെയും അതുപോലെ തന്നെ 2617ന്റെയും ഡിഫറൻസ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം. എന്താണ് ഇതിലിപ്പോ 5849 ആണ് ഈ എഴുതിയിട്ടുള്ളത്. പിന്നെ അതിന്റെ അടിയിൽ 2617 ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ്? 5800 4 tens 9 ones, 2600 1 tens 7 ones. ഇനി എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഇത് മൈനസ് ചെയ്യാനാണ്. മൈനസ് ചെയ്യുമ്പോൾ എന്താ, മേലത്തെ ഡിജിറ്റ് ഒക്കെ താഴത്തെ ഡിജിറ്റിനേക്കാൾ വലുതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് നമുക്ക് മൈനസ് ചെയ്താൽ മതി. 9 - 7 എന്താ? 2 ആണ്. 4 - 1 എത്രയാണ്? 3 ആണ്. 8 - 6 2 ആണ്. 5 - 2 എന്താണ്? 3 ആണ്. ഓക്കെ, അപ്പൊ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3200
232. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. പ്രൈസ് ഫോർ റൈറ്റിംഗ് ദ ക്വസ്റ്റ്യൻ വിത്ത് ദ നമ്പർ യു ഗോട്ട് ആസ് ദ ആൻസർ. വാട്ട് ഐ റോട്ട്. What number is got by combining dash thousands, dash hundreds, dash tens and dash ones? എന്താണ് what number is got? അപ്പോൾ ഈ നമ്പേഴ്സ് ഒക്കെ കമ്പൈൻ ചെയ്തപ്പോൾ ഏത് നമ്പർ ആണ് കിട്ടിയത്? എന്താണ് നമ്മുടെ ആൻസർ? എന്തായിരുന്നു? 3232 ആണ് ആൻസർ. 3232. അപ്പോൾ എത്ര തൗസൻഡ് ആണ്? 3200, 3 tens and 2 ones അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 3200, 3 tens, 2 ones. നമുക്ക് ഇങ്ങനെ വായിക്കാം, 3233 ആണ്. What number is got by adding dash and dash? അപ്പോൾ നമുക്ക് ഇത് 3232 നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും? 3232 ആഡ് ചെയ്താൽ മതി അല്ലേ? പ്ലസ് 32 ആണ് എന്ത്? 3232. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഇവിടെ എഴുതി കൊടുത്താൽ മതി. ഇനി റൈറ്റ് മോർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? വാട്ട് നമ്പർ ഡു യു ഗെറ്റ് ഇഫ് യു ആഡ് 232 to 3000? അതുപോലെ വാട്ട് നമ്പർ ഡു യു ഗെറ്റ് ഇഫ് യു ആഡ് 2 to 3213? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇവിടെ എഴുതി ചേർക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? ദ പ്രൈസ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് 2837 and 524? An abacus has price for each. How about showing the answer on the abacus? അപ്പോൾ എന്താണ് ചോദ്യം എന്ന് വെച്ചാൽ 2837 മൈനസ് 524 എത്രയാണ്? ഡയറക്റ്റ് ആയി ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. 4 കഴിഞ്ഞാൽ 5, 6, 7 എത്ര വരും? 3, 1, 5 കഴിഞ്ഞാൽ 6, 7, 8, 3, 2 എത്രയാണ്? 2313 ആണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ഈ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം? ഈ അബാക്കസിൽ ഒന്ന് വരച്ച് നോക്കാം. 1000ന്റെ അവിടെ എത്ര വരുന്നത്? 1000ന്റെ അവിടെ 2 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 2 മണി ഇവിടെ വരച്ച് കൊടുക്കുക. ഓക്കെ, ഇനി എന്താ? അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി എന്താ? 100ന്റെ അവിടെ എത്ര എണ്ണം? 3 എണ്ണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 3 എണ്ണം 100ന്റെ അവിടെ വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനി ടെൻസിന്റെ അവിടെ ഒരെണ്ണം. ദെൻ വൺസിന്റെ അവിടെ ആണെങ്കിലോ 1, 2, 3 എത്ര എണ്ണമാണ്? 3 എണ്ണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അബാക്കസ് വരയ്ക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കി നോക്കാം. അപ്പൊ നെക്സ്റ്റ് എന്താണ്? മാത്ത് ബോക്സ്. കിച്ചു came below the banyan tree with the square sheets in the math box to play with his friends. അപ്പൊ കിച്ചു എന്താണ്? കിച്ചുവിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് വന്നിക്കാണ്. അപ്പൊ മാത്ത് ബോക്സിനായിട്ടാണ് വന്നിട്ടുള്ളത്. See the picture. അപ്പൊ ഈ പിക്ചർ ഒന്ന് കൂട്ടുകാർ നോക്കൂ. ഇതിൽ എത്രയാണ്? ഒരെണ്ണാണ്. ഇവിടെ 10 എണ്ണാണ്. ഇതൊക്കെ 10ന്റെയാണ്. അതുപോലെ ഇത് 10ന്റെ ഇങ്ങോട്ടും 10 എണ്ണം, ഇങ്ങോട്ടും 10 എണ്ണം. അപ്പൊ ഇതിൽ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 100 എണ്ണം ഉണ്ട്. ഇതിൽ 100 ആണെങ്കിൽ ഈ വലുതിൽ എത്രയായിരിക്കും? ഈ വലുതിന്റെ ഒരെണ്ണത്തിൽ 100 എണ്ണം ഉണ്ട്. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. 100ന്റെ 10 എണ്ണം ഉണ്ടെങ്കിൽ അത് എത്രയായിരിക്കും? 1000 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ മെനി തൗസൻഡ്സ് ഇൻ ഇറ്റ്? അപ്പൊ ഇതിൽ എത്ര തൗസൻഡ്സ് ഉണ്ട്? അപ്പൊ എത്ര എണ്ണം? 1000ന്റെ എത്ര എണ്ണം ഉണ്ട്? 1, 2 2 എണ്ണം ഉണ്ട്. സോ നമ്മുടെ ആൻസർ എന്ത് വരും? 2. ഇനി എത്ര? ഹൗ മെനി 100? 100ന്റെ എത്ര എണ്ണം ഉണ്ട്? എത്ര എണ്ണം? 1, 2, 3 എത്ര എണ്ണം? 3 എണ്ണം ഉണ്ട്. ഇനി അടുത്തത് ഹൗ മെനി ടെൻസ്? ടെൻസിന്റെ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. വൺസിന്റെയോ 3 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ? ഏതാണ് ആ നമ്പർ? 2343. ഓക്കെ, ഇനി എന്താ? ഇനി നെക്സ്റ്റ് നോക്കൂ. മിനി കളർ
1251 of these squares. ഒരു question കൊടുത്തിട്ടുണ്ട്. I am between 5000 and 8000. I am an even number. Digits are 4 consecutive numbers. Who I am? എന്താണ് പറയുന്നത്? I am between 5000 and 8000. ഞാൻ എന്തിൻ്റെയാണ്? 5000-ൻ്റെയും 8000-ൻ്റെയും ഇടയിലാണ്. I am an even number. ഞാനൊരു ഈവൻ നമ്പർ ആണ്. ഡിജിറ്റ്സ് ആർ 4 ഡിജിറ്റ്സ് ഉണ്ട്. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഞാൻ? അപ്പോൾ അത് കൂട്ടുകാർ കണ്ടുപിടിക്കുക. കൂട്ടുകാർക്ക് കിട്ടുന്നുണ്ടോ നോക്കി നോക്കാം. ആൻസർ വരുന്നത് 5678 ആണ്. അപ്പോൾ ഈ ആൻസർ കൂട്ടുകാർക്ക് കിട്ടുന്നുണ്ടോ നോക്കി നോക്കാം. ഇനി എന്താ? ലെറ്റ്സ് കളർ. You two color the 1251 squares. അപ്പോൾ ഇതിൽ എന്താണ്? 1251 സ്ക്വയേഴ്സിനെ കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര വരും? 1251 എന്ന് പറയുമ്പോൾ എത്ര വരും? 1000 വരും, 200 വരും, 5 tens വരും, 1 ones വരും. അപ്പോൾ ഏതൊക്കെ കളർ ചെയ്യണം? ഇത് എത്രയാണ്? ഇത് ഫുള്ള് 1000 ആണ്. അപ്പോൾ 1000 എന്ന് പറയുമ്പോൾ ഇത് ഫുള്ള് കളർ ചെയ്യണം. പിന്നെ എന്താണ്? 200 ആണ്. 100ന്റെ ഇതിൽ ഏതാ ഉള്ളത്? ഓക്കെ, അപ്പോൾ ഇത് 100 ആണ്. ദെൻ ഇതും 100 ആണ്. അപ്പോൾ 200 കളർ ചെയ്യണം. പിന്നെ എന്താണ് കളർ ചെയ്യേണ്ടത്? 5 tens കളർ ചെയ്യണം. 1 2 3 4 5. അപ്പൊ 5 tens കളർ ചെയ്തു. പിന്നെ എത്ര വൺസ് ആണ്? 1 ones ആണ്. ഓക്കെ, അപ്പൊ ഈ മാർക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? കളർ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? among the squares not colored, number of thousands. അപ്പോൾ ഇനി കളർ ചെയ്യാത്ത സ്ക്വയറുകളിൽ എത്ര 1000 ഉണ്ട്? എത്ര ഉണ്ട്? ഒരെണ്ണം. നമ്പർ ഓഫ് ഹൺഡ്രഡ്സ്. അങ്ങനെയാണെങ്കിൽ ഹൺഡ്രഡ്സ് എത്ര ഉണ്ട് നോക്കൂ. ഹൺഡ്രഡ്സ് കളർ ചെയ്യാത്തതൊന്നുമില്ല. അപ്പോൾ ഹൺഡ്രഡ്സ് എന്താ? 0. നമ്പർ ഓഫ് ടെൻസ്. ടെൻസ് എത്ര എണ്ണമാണ്? 1 2 3 4 5 6 7 8 9. എത്രയാണ്? 9. ഇനി എന്താ? നമ്പർ ഓഫ് വൺസ്. വൺസ് എത്ര ഉണ്ട്? 2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? 1 0 9 2. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കി നോക്കാം. സബ്ട്രാക്ട്. സബ്ട്രാക്ട് എന്താ? 1812 from 3625 using square sheet. Write how you subtracted in your notebook. അപ്പോൾ എന്താണ്? ഈ സ്ക്വയർ ഷീറ്റ് വരച്ചിട്ട് നോട്ട്ബുക്കിൽ 3625 നിന്നും 1812 കുറച്ചാൽ എങ്ങനെ കിട്ടും എന്ന് സ്ക്വയർ വരച്ചിട്ട് എന്ത് ചെയ്യുക? കൂട്ടുകാർ ചെയ്തു നോക്കുക. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3 - 1 എത്രയാണ്? 2 ആണ്. 40 - 5 9 ആണ്. 2 - 2 0. 2 - 1 എത്രയാണ്? 1 ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. ഇലക്ട്രിസിറ്റി ബിൽ. അതെന്താ പറയുന്നത്? reading is higher this time. Everything should be switched off after use. അപ്പോൾ എന്താണ്? അച്ഛൻ പറയാണ് റീഡിങ് ഇപ്രാവശ്യം നല്ല കൂടുതലാണെന്ന് പറയുമ്പോൾ അമ്മ കുട്ടികളോട് പറയാണ് എന്താണ്? എല്ലാ സാധനങ്ങളും ആവശ്യം കഴിഞ്ഞാൽ ഓഫ് ചെയ്യണം എന്ന് പറയാണ്. ഓക്കെ, at Kichu's home the electricity meter reading this time is 4526. last reading was 3845. അപ്പോൾ എന്താണ്? കിച്ചുവിന്റെ വീട്ടിൽ ഇപ്രാവശ്യം വന്നിട്ടുള്ള മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് 4526 ആണ്. ലാസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത് 3842 ആണ്. See how the use of electricity at Kichu's home is calculated. അപ്പോൾ എങ്ങനെയാണ് കിച്ചുവിന്റെ വീട്ടിലെ ഇലക്ട്രിസിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3845 ആയിരുന്നു ആദ്യം. പിന്നെ എന്തായി? 4556 അപ്പോൾ 3845 കഴിഞ്ഞപ്പോൾ പിന്നെ അതെന്താണ്? അത് പിന്നെ ആക്കിയത് 3850. പിന്നെ നമ്മൾ റൗണ്ട് ചെയ്തത് എവിടെയാണ്? 3900. പിന്നെ എത്രയാണ്? 4000. പിന്നെ എത്ര ആയിരിക്കും? 4526.
ഓക്കെ, അപ്പൊ 3845 നിന്നും 50 ആവാൻ എത്ര കൂടി? 5 കൂടി. ദെൻ ഇതിൽ നിന്ന് ഇതാവാൻ എത്ര കൂടി? പിന്നെ ഒരു 50 കൂടി. ഇതിൽ നിന്ന് ഇതാവാൻ 100 കൂടി. ദെൻ ഇതിൽ നിന്ന് ഇതാവാനോ 526 കൂടി. അതാണ് ഈ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ടോട്ടല് 4526 നിന്നും 3845 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ നമുക്ക് ഈ സൈഡിൽ കിട്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൂടി ആഡ് ചെയ്താൽ മതി. 5 പ്ലസ് 50 പ്ലസ് 100 പ്ലസ് 526 ഈസ് ഈക്വൽ ടു 681. അതാണ് നമുക്ക് എന്ത് കിട്ടുക? 4526 മൈനസ് 3845 ചെയ്താൽ നമുക്ക് കിട്ടുക. അതാണ് നമ്മുടെ കറണ്ട് ബില്ലിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ കണ്ടില്ലേ? ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ വരച്ചതാണ് ഒരു മെത്തേഡ്. ഇനി അതിന്റെ മെത്തേഡ് 2 ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ്? 4000 നമ്മൾ ചെയ്യാറുള്ള മെത്തേഡ് തന്നെയാണ്. 4000 പ്ലസ് 500 പ്ലസ് 20 പ്ലസ് 6 3000 പ്ലസ് 800 പ്ലസ് 40 പ്ലസ് 5 എന്ന് നമ്മൾ എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നോക്കിയിട്ട് പറഞ്ഞേ, എന്താ നമ്മൾ ചെയ്തേ? നമ്മൾ ഇങ്ങനെ നോക്കി, ഇതെന്താണ്? മേലെ കുറച്ച് ചെറുതും അടിയിൽ കുറച്ച് വലുതൊക്കെ കിടക്കുന്നുണ്ട്. ആണെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. ഓക്കെ, 4000 പ്ലസ് 500 പ്ലസ് 20 പ്ലസ് 6 മൈനസ് 3000 പ്ലസ് 800 പ്ലസ് 40 പ്ലസ് 5 ആണ്. ഇത് മൈനസ് ചെയ്യുമ്പോൾ നോക്കൂ, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഇതിൽ നിന്ന് ഇത് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അപ്പൊ നമ്മൾ ഇതിൽ നിന്നൊരു 100 അപ്പുറത്തേക്ക് കൊടുത്തു അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് 100 കൊടുത്തപ്പോൾ എത്രയായി? നമ്മുടെ 500 മാറിയിട്ട് ഇവിടെ 400 ആവും. ഇവിടെ എത്ര ആവും? ഇവിടെ 20 മാറിയിട്ട് 120 ആവും. ഓക്കെ, അപ്പൊ ഇത് ശരിയായി. ഇനി അടുത്തത് നോക്കൂ, 400 മൈനസ് 800 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു 1000 ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ 1400 ആവും. ഇവിടെ എന്താവും? 3 ആവും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനി മൈനസ് ചെയ്ത് നോക്കാം. 1 പ്ലസ് ഇവിടെ എന്ത് വരും? 80 പ്ലസ് 40,000 മൈനസ് 800 എന്ന് പറയുന്നത് 600 ആണ്, പ്ലസ് 0. അപ്പൊ എത്രയാണ്? ഇനി നമുക്ക് ഇതൊക്കെ കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും 600 പ്ലസ് 80 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 681. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പൊ ഇതാണ് എന്ത്? അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് 681 ആണ് കിട്ടിയത്. ഇവിടെ നമുക്ക് 681 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താലും നമുക്ക് ഇത് കിട്ടും. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 4526 മൈനസ് 3845 ചെയ്യാം. ഇവിടെ 1 കിട്ടി, ഇവിടെ 12 ആവും, ഇവിടെ 4 ആവും, ഇവിടെ 3 ആവും, ഇവിടെ 14 ആവും. 4 കഴിഞ്ഞാൽ 5 6 7 8 9 10 11 12. എത്ര കിട്ടി? 8 അല്ലേ? 8 കിട്ടി. 8 കഴിഞ്ഞാൽ 9 10 11 12 13 14 14. എത്ര കിട്ടി? 6 കിട്ടി. 0. 681. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, the electricity meter reading at the home of some of Kichu's friends are given below. Fill up the blanks. അപ്പൊ എന്താണ്? കിച്ചുവിന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലത്തെ ഇലക്ട്രിസിറ്റി ബില്ലാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഫിൽ ചെയ്യണം. അപ്പൊ ഫെബ്രുവരി തന്നിട്ടുണ്ട്, ഏപ്രിൽ തന്നിട്ടുണ്ട്. ദെൻ പിന്നെന്താ? യൂസേജ് ഫോർ 2 months, 2 മാസത്തിന്റെ യൂസേജ് എത്രയാണ്? അപ്പൊ അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഏപ്രിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഫെബ്രുവരി മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടും. ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ ഇത് നമുക്ക് ഇവിടെ ആൻസർ എഴുതാനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ട് ഇട്ടാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 4826 മൈനസ് 4250 ചെയ്യാം. അപ്പൊ അത് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 മൈനസ് 5 1 1, 8 മൈനസ് 2 6,
0. എത്രയാണ്? 611. ഓക്കെ. ഇനി നെക്സ്റ്റ് ജീനയുടെ വീട്ടിലത്തെയാണ്. ജീനയുടെ വീട്ടിലത്തെ എന്താ? ഏപ്രിലും തന്നിട്ടുണ്ട്, യൂസേജ് ഫോർ 2 months തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഫെബ്രുവരിയിലത്തെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 5278 നിന്നും നമ്മൾ എന്ത് ചെയ്താൽ മതി? 400 മൈനസ് ചെയ്താൽ മതി. 8, 7, 2 ചെറുതാണ്, 12 ആവും. ഇവിടെ 4 ആവും. 12 മൈനസ് 4 എത്രയാണ്? 8 ആണ്. 4 ഇറക്കിട്ടു. അപ്പൊ എന്താണ് ഫെബ്രുവരിയിലത്തെ എത്ര വരിക? 4878. 4878. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് ഫാരിസിന്റെ വീട്ടിലത്തെയാണ്. അത് ചിപ്പിയുടെ പോലെ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ് വരിക. എന്താണ് വരിക? ഈ 7340 മൈനസ് 6970 വരും. അപ്പൊ ഇതെങ്ങനെ മൈനസ് ചെയ്താൽ? 0 നമ്മൾ ഇറക്കിയിട്ടു. 4 എന്നുള്ളത് എത്രയാവും? 14 ആവും. ഇത് 2 ആവും, 1 ആവും. ഇവിടെ 6 ആവും. ഇനി എന്താ? 14 മൈനസ് 7 7 കിട്ടും. ദെൻ 12 9 കഴിഞ്ഞാൽ 10 11 12 3 കിട്ടും, 0 കിട്ടും. അപ്പൊ എത്രയാണ് ആൻസർ വരിക? 370 വരും. ഇനി നെക്സ്റ്റ് ഇത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് കിട്ടാൻ മിന്നിയുടെ ഏപ്രിൽ മാസത്തെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 5870 മൈനസ് എന്ത് ചെയ്താൽ മതി? 5870 പ്ലസ് 395 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഏപ്രിൽ മാസത്തെ കിട്ടും. നമുക്ക് ചെയ്ത് നോക്കാം. 5870 പ്ലസ് 395. 5 നമ്മൾ ഇറക്കിയിട്ടു. 9 പ്ലസ് 7 16, ബാക്കി 1 8 9 10 11 12, ബാക്കി 1. 6 പ്ലസ് 1 എത്രയാണ്? 5 പ്ലസ് 1 എത്രയാണ്? 6. 6265. Okay. In next എന്താ? In which household was the most amount of electricity used? അപ്പോൾ ഏത് വീട്ടിലാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ അതിൽ യൂസേജ് ഫോർ 2 months നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആരുടെ വീട്ടിലാണ്? ചിപ്പിയുടെ വീട്ടിലാണ്. What is the electricity meter reading at your house in this month? എന്ത് ചെയ്യണം? കൂട്ടുകാരുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല് എത്രയെന്ന് വെച്ചാൽ അതവിടെ എഴുതി കൊടുക്കുക. ഈ നെക്സ്റ്റ് എന്താ? സർക്കസ്. Can we go to the circus today, Dad? Okay, we will go to the evening. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, അച്ഛാ ഇനി നമുക്ക് സർക്കസിന് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഓക്കെ നമുക്ക് ഈവനിങ് പോവാന്ന് പറയാണ്. ഇതാണ് സർക്കസ്. ടിക്കറ്റ് 90 rupees for children and 180 rupees for adults. കുട്ടികൾക്ക് 90 രൂപയും മുതിർന്നവർക്ക് 180 രൂപയാണ് ടിക്കറ്റിന് എന്ന് പറയുന്നത്. Kitchen and family reached the circus and brought tickets. How much for the 4 person? അപ്പോൾ എന്താണ്? കിച്ചുവിൻ്റെ ഫാമിലിയും എന്താണ്? കിച്ചുവിൻ്റെ ഫാമിലിയും സർക്കസിന് പോയി. 4 പേരാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 4 പേർക്ക് എത്ര എന്നായിരുന്നു ടിക്കറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കിച്ചുവിൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ 2 മുതിർന്നവരാണ്. അപ്പോൾ മുതിർന്നവർക്ക് 2 പേർക്ക് എത്രയാണ്? 180 ആണ്. അപ്പോൾ എന്ത് വരും? 2 പേരും മുതിർന്നവർക്ക് 180 പ്ലസ് 180 എത്ര വരും? 8 8 16, ബാക്കി 1 3 360. ഇനി 2 കുട്ടികൾ, കിച്ചുവിൻ്റെ ചേച്ചിയും 2 കുട്ടികൾ വരുമ്പോൾ എത്രയാണ്? കുട്ടികൾക്ക് 90 ആണ്. അപ്പോൾ 2 പേർക്ക് 90 പ്ലസ് 90 180. അപ്പോൾ 4 ആൾക്കും കൂടിയുള്ള ടിക്കറ്റിന്റെ റേറ്റ് എത്രയായിരിക്കും? 360 പ്ലസ് 180. 0 ഇറക്കിയിട്ടു. 6 പ്ലസ് 8 14, 3 4 5 എത്രയാണ്? 540. ഓക്കെ അല്ലേ? Gave 2 500 rupees note at the counter. How much did they get back? അപ്പോൾ എന്താണ്? 500 രൂപയുടെ 2 നോട്ടാണ് കൊടുത്തത്. അപ്പോൾ എത്രയായിരിക്കും? 500 പ്ലസ് 500 1000 രൂപയാണ് കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ 540 രൂപയാണ് ടിക്കറ്റ്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ തിരിച്ചു കൊട്ടിട്ടുണ്ടാവും? അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1000 മൈനസ് 540
ചെയ്താൽ മതി. ഇതിന് നമുക്ക് വേറൊരു രീതിയിൽ എങ്ങനെയും ചെയ്യാം. 540നെ നമുക്ക് 600ലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 60 ആഡ് ചെയ്യണം. പിന്നെ എത്രയാണ്? 600 1000 ആവണമെങ്കിൽ പിന്നെയും ഒരു 400. അപ്പൊ ആൻസർ എത്ര കിട്ടും? 400. എത്ര ആൻസർ കിട്ടും? ഹൗ മച്ച് ഡിഡ് ദേ ഗെറ്റ് ബാക്ക്? അവർക്ക് തിരിച്ച് എത്ര രൂപ കിട്ടും? 460 റുപ്പീസ്. 460 റുപ്പീസ് അവർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന്റെ തന്നെ ഒരു മെത്തേഡ് എന്താ പറഞ്ഞിട്ടുള്ളത്? 1000 മൈനസ് 540. 540ന് നമ്മൾ എന്ത് എഴുതി? 540 നമ്മൾ പറഞ്ഞ മെത്തേഡ് തന്നെ അല്ലേ? 540ന്റെ കൂടെ 60 കൂട്ടിയാൽ 600 കിട്ടും. 600ന്റെ കൂടെ 400 കൂട്ടിയാൽ നമുക്ക് 1000 കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 60 400 കൂടിയിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇതൊരു മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത മെത്തേഡ്. ഇതാണെങ്കിൽ എന്താ? 1000 മൈനസ് 540. 1000ത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? 1000 മൈനസ് 540. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക? 1 കൊണ്ട് മൈനസ് ചെയ്തിട്ട് നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇനി നെക്സ്റ്റ് എന്താ? 1000 മൈനസ് 540. നമുക്ക് എന്താ? 1000 മൈനസ് 500 ചെയ്യാം. then 500ൽ നിന്ന് 40 മൈനസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഇതായിരിക്കും ഒന്നും കൂടി നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന മെത്തേഡ്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാ മെത്തേഡും കൂട്ടുകാർ നോക്കി നോക്കുക. ഇനി നമുക്ക് ഇത് ചെയ്ത് നോക്കുമ്പോൾ എന്ത് വരും? 0 6. ഇവിടെ എത്ര വരെ? 9 മൈനസ് 4 എത്രയാണ്? 4. ഓക്കെ, we can also write like this. നമ്മൾ പറയാറില്ലേ സിമ്പിൾ മെത്തേഡിൽ നമുക്ക് എന്താണ്? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഇനി എന്താ? 1000 മൈനസ് 100 എത്രയാണ്? 900 ആണ്. 1000 മൈനസ് 500 നമുക്കറിയാം 500 ആണ്. 1000 മൈനസ് 250 അപ്പൊ എത്രയായിരിക്കും? 1000 മൈനസ് 250 750 ആണ്. 1000 മൈനസ് 820 എത്രയായിരിക്കും? 900ലേക്ക് എത്താൻ 80 പ്ലസ് 1000ലേക്ക് എത്താൻ 100. അപ്പൊ എത്രയായിരിക്കും? 180. then 1000 മൈനസ് 990 എത്രയായിരിക്കും? 990ന്റെ കൂടെ ഒരു 10 കൂട്ടിയാൽ 1000 കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? കാൽക്കുലേറ്റ് ചെയ്യാൻ. നമ്മൾ നല്ല സ്പീഡിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുക. നോട്ട്സ് ആൻഡ് കോയിൻസ്. Okay, write the amount got back at the circus as notes and coins. How many notes? How many coins? അപ്പൊ എത്ര രൂപ തിരിച്ചു കിട്ടുന്ന നമ്മൾ പറഞ്ഞു? 460 രൂപ കിട്ടും. 460. അങ്ങനെയാണെങ്കിൽ എത്ര കോയിൻസും എത്ര നോട്ടും നമുക്ക് എടുക്കാം? 460 രൂപ നമുക്ക് കിട്ടണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 200 രൂപ എടുത്ത് നോക്കാം. അപ്പൊ എത്രയായി? 400 ആയി. പിന്നെ നമുക്കൊരു 50 കൂടി എടുക്കാം. അപ്പൊ എത്രയായി? 450 ആയി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? 455 ആക്കാം. അപ്പൊ നമുക്ക് 455 ആയി. ഇനി നമുക്ക് എത്ര രൂപ വേണം? ഇനി നമുക്ക് 455 എന്നുള്ളത് 60 ആവണം. 55 കഴിഞ്ഞാൽ 56, 57, 58, 59, 60. ഇനി നമുക്ക് 5 രൂപ കൂടി വേണം. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു 2 രൂപ എടുക്കാം, ഒരു 2 രൂപ എടുക്കാം, ഒരു 1 രൂപ എടുക്കാം. അങ്ങനെ ആവുമ്പോൾ ഹൗ മെനി നോട്ട്സ്? എത്ര നോട്ട്സ് വേണം? 1 2 3 4 നോട്ട്സ് വേണം. കോയിൻസ് എത്ര എണ്ണം വേണം? 1 2 3 3 കോയിൻസും കൂടെ വേണം. അപ്പോഴാണ് 460 ആവുള്ളൂ. ഇനി എന്താ? if it were just 100 rupee notes and 10 rupee notes, how many notes would they have got? അപ്പൊ എന്താണ്? if it were just 100 rupees നോട്ടും ഇത് എന്താണ്? 100 റുപ്പീൻ്റെ നോട്ടും അതുപോലെ 10 റുപ്പീൻ്റെ നോട്ടും മാത്രം ഉണ്ടെങ്കിൽ എത്ര രൂപ കൊടുക്കണം? നമ്മുടെ 460 ആണ്. അപ്പൊ നമുക്ക് എത്ര വേണം? 400 വേണം. 400 ആണ് 400 പ്ലസ് എത്രയാണ്? 60 ആണ് വരിക. അപ്പൊ എത്രയാണ്? 400ഉം 6 tens-ഉം അങ്ങനെയായ എത്രയാവും? 460 ആവും. Okay, if the number of notes is to be 10, which note must be used and how many of each? If the number of notes is to be 10, 10
number of notes എന്ന് പറയുന്നത് 10 ആണെങ്കിൽ which note must be used and how many of each? എന്തായിരിക്കും? 100 റുപ്പീൻ്റെ നോട്ട് 4 എണ്ണം, 10 റുപ്പിയുടെ നോട്ട് 6 എണ്ണമാണ് വേണ്ടത്. അങ്ങനെയാകുമ്പോൾ കണക്ക് എത്രയായിരിക്കും? 200 രൂപയുടെ ഒരു നോട്ട്, 100 രൂപയുടെ എത്ര നോട്ടാണ്? ഒരു നോട്ട്, 50 രൂപയുടെ 2 എണ്ണം, 10 രൂപയുടെ 6 എണ്ണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. എന്താ? സേവിങ്സ്. How about a game with play money today? I'm ready. അപ്പോൾ പൈസ വെച്ചിട്ടൊരു കളി കളിച്ചാലെന്ന് പറയുമ്പോൾ റെഡി എന്ന് പറയാണ്. കിച്ചു ആൻഡ് മിന്നി പ്ലേയിങ് ബാങ്ക് വിത്ത് പ്ലേ മണി. See the numbers in the passbook. അപ്പോൾ എന്താണ്? പാസ്ബുക്കിന്റെ നമ്പർ വെച്ചിട്ടാണ് അവർ ഗെയിം കളിക്കുന്നത്. നെയിം കിച്ചു, ഡെപ്പോസിറ്റും കൊടുത്തിട്ടുണ്ട്, വിഡ്രോവും കൊടുത്തിട്ടുണ്ട്. ഡെപ്പോസിറ്റിന്റെ ഡേറ്റും എമൗണ്ടും. കിച്ചു വിഡ്രോ 3,295 rupees from his deposit. How much money is left? കിച്ചു എന്ത് ചെയ്തു? 3,295 രൂപ അവന്റെ ഡെപ്പോസിറ്റിൽ നിന്നും അവൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ how much money is left? ബാക്കി എത്ര രൂപ ഉണ്ടാകും? അത് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡെപ്പോസിറ്റിൽ നിന്നും നമുക്ക് ഈ മണി മൈനസ് ചെയ്താൽ മതി. ഡെപ്പോസിറ്റ് 5,484 മൈനസ് 3,295 ചെയ്താൽ മതി. ഇവിടെ എത്രയാവും? 14 ആവും. ഇവിടെ എന്താവും? 7 ആവും, 1 ആവും, ഇവിടെ 3 ആവും. 5 മൈനസ് 14 മൈനസ് 5 9, 17 മൈനസ് 9 8, ഇവിടെ 3 മൈനസ് 2 1 2, 2,189 ആവും. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ്, വേറൊരു മെത്തേഡ് നമ്മൾ ഡയറക്റ്റ് ചെയ്തു. വേറൊരു മെത്തേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൂട്ടുകാർ നോക്കി നോക്കുക. ഇനി മെത്തേഡ് 2, ഇത് കാണാനുള്ള വേറെ എന്തെങ്കിലും മെത്തേഡ് കൂട്ടുകാർക്ക് അറിയുമെങ്കിൽ അതും കൂടെ എഴുതി കൊടുക്കുക. ലുക്ക് അറ്റ് മിന്നീസ് പാസ്ബുക്ക്. അപ്പോൾ ഇനി എന്താ? മിന്നിയുടെ പാസ്ബുക്ക് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് വാട്ട് ഈസ് ലെഫ്റ്റ് ഇൻ ദ അക്കൗണ്ട്. അപ്പോൾ ഇനി അക്കൗണ്ടിൽ എത്ര രൂപ ബാക്കി ഉണ്ടാവും? അത് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡെപ്പോസിറ്റ് ആയ പൈസയിൽ നിന്നും വിഡ്രോ ചെയ്തിട്ടുള്ള പൈസ നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പം അത് മൈനസ് ചെയ്യുമ്പോൾ 11 ആവും, ഇവിടെ 6 ആവും, ഇവിടെ എത്രയാവും? 8 ആവും. അപ്പോൾ ഇനി മൈനസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 7 8 1 2. 2000 ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് 2,187. അപ്പോൾ ഹൗ ഐ കാൽക്കുലേറ്റഡ് ഇത് ഇവിടെ എഴുതുക. ഇനി എന്തെങ്കിലും വേറെ മെത്തേഡ് കൂട്ടുകാർക്ക് അറിയുമെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഏതായാലും വേറെ മെത്തേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ബോക്സിലും എഴുതുക. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് എന്താ? പസിലാണ്. അത് കൂട്ടുകാർ നോക്കി നോക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കി നോക്കാം. പ്ലേയിങ് ഷോപ്പ്. പസിൽ, നമുക്ക് പസിലിന്റെ ആൻസർ നോക്കണോ? കൂട്ടുകാർ നോക്കി നോക്കിയാൽ മതി. പസിൽ അല്ലേ? പ്ലേയിങ് ഷോപ്പ്. ദ നെക്സ്റ്റ് ഡേ ദ ഫ്രണ്ട്സ് മെയ്ഡ് എ ഷോപ്പ് ബിലോ ദ ബാനിയൻ ട്രീ. എന്താണ്? ബാനിയൻ ട്രീന്റെ അടിയിൽ ഫ്രണ്ട്സ് ഒരു ഷോപ്പ് തുടങ്ങി. മിന്നി ആൻഡ് കിച്ചു came there with the money they had withdrawn. അപ്പോൾ അവർ വിഡ്രോ ചെയ്തിട്ടുള്ള മണി ആയിട്ട് മിന്നിയും അതുപോലെ കിച്ചും അവിടേക്ക് വന്നു. ഓക്കെ, അവർ തുടങ്ങിയ ബിസിനസ്സിൽ എന്താ? ഷൂ, ബാറ്റ്, ബൈസിക്കിൾ, അതിന്റെ പ്രൈസ് റേഞ്ച് ഒക്കെ അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. വാട്ട് ദേ ബ്രോട്ട് കിച്ചു മിന്നി. അപ്പോൾ കിച്ചു മിന്നി മേടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഷൂസ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ബാഗ് ഉണ്ട്, ദെൻ മിന്നി ആണെങ്കിൽ ബാറ്റ്, അംബർല ഉണ്ട്. ഹൗ മച്ച് മണി ഡസ് കിച്ചു ഹാവ് ആഫ്റ്റർ ബൈയിങ് ദീസ്. അപ്പോൾ ഇതെല്ലാം മേടിച്ചതിൻ്റെ ശേഷം കിച്ചുവിൻ്റെ കയ്യിൽ എത്ര പൈസ ഇനി ഉണ്ട്? അപ്പോൾ കിച്ചുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ, ഫസ്റ്റ് ഉണ്ടായിരുന്ന പൈസ എത്രയായിരുന്നു? 2000. വിഡ്രോ ചെയ്ത മണി എന്ന് പറയുന്നത് എത്രയാ? 3,295 ആണ്. ഓക്കെ, അപ്പോൾ കിച്ചുവിൻ്റെ നമുക്ക് കിച്ചു വിഡ്രോ ചെയ്തിട്ടുള്ള മണി എന്ന് പറയുന്നത് 3,200 അല്ല, ഇവിടെ അല്ല അല്ലേ, അപ്പുറത്താണ്. കിച്ചു വിഡ്രോ ചെയ്തിട്ടുള്ള
മണി എന്ന് പറയുന്നത് 3295 ആണ്. ഇപ്പോൾ കിച്ചു എന്തെല്ലാം സാധനങ്ങൾ മേടിച്ചു? ഷൂ മേടിച്ചു, ഫുട്ബോൾ മേടിച്ചു, അതുപോലെ ബാഗ് മേടിച്ചു. അപ്പൊ അതിന്റെ പ്രൈസ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഷൂവിന്റെ കോസ്റ്റ് എത്ര? 800 രൂപയാണ്. അപ്പൊ ഷൂവിന്റെ 800. ഫുട്ബോളിന് എത്ര രൂപ? ഫുട്ബോളിന് 950, 950. ദെൻ ബാഗിന് എത്ര രൂപയാ? ബാഗിനും 950. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയാവും? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 800 പ്ലസ് 950 പ്ലസ് 950. ഇനി നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 800 പ്ലസ് 950 പ്ലസ് 950. 0 നമ്മൾ ഇറക്കിയിട്ട് 5 5 10, ബാക്കി 1 9 18 27. അപ്പോൾ എത്രയാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്? 2700 ആണ്. കിച്ചുവിൻ്റെ ഉണ്ടായിരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 3295 രൂപയാണ്. 2700 രൂപ ചെലവായി. സോ മണി കിച്ചു has now, which is equal to 3295 minus 2700. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് മൈനസ് ചെയ്യുക. 3295 മൈനസ് 2700 ചെയ്യുക. 5 ഇറക്കിയിട്ടു, 9 ഇറക്കിയിട്ടു, ഇവിടെ 12 ആവും, ഇവിടെ 2 ആവും. 7 കഴിഞ്ഞാൽ 8 9 10 11 12 5 0. അപ്പൊ എത്രയാണ്? 595 രൂപ ഇപ്പൊ കിച്ചുവിൻ്റെ ബാക്കിയുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അതുപോലെ മിന്നിയുടെ കണ്ടുപിടിക്കണം. മിന്നിയുടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? മിന്നി വിഡ്രോ എത്രയാണ്? മിന്നി വിഡ്രോ ചെയ്ത എമൗണ്ട് എത്രയാണ്? 2784 രൂപ. എന്നിട്ട് മിന്നി എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചു? ബാറ്റ് മേടിച്ചു. കോസ്റ്റ് ഓഫ് ബാറ്റ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ അംബർല. അപ്പൊ കോസ്റ്റ് ഓഫ് അംബർല, കൂട്ടുകാർ സ്പെല്ലിംഗ് ഒക്കെ നോക്കിയിട്ട് കറക്റ്റ് എഴുതണേ. അപ്പൊ ബാറ്റിന്റെ വില എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 1400 രൂപ. ദെൻ അംബർലയുടെ വില 420 രൂപ. അങ്ങനെ ആവുമ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര വരും? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1400 പ്ലസ് 420. നമുക്കിവിടെ ചെയ്ത് നോക്കാം. 1400 പ്ലസ് 420, 0 2 8 1, 1820. ഓക്കെ, അപ്പോൾ ഇനി മണി മിന്നി ഹാസ് നൗ എത്രയായിരിക്കും? വിഡ്രോ ചെയ്തിട്ടുള്ള പൈസ മൈനസ് ഇപ്പോൾ കയ്യിലുള്ള പൈസ. വിഡ്രോ ചെയ്തിട്ടുള്ള പൈസയിൽ നിന്നും ചെലവായിട്ടുള്ള പൈസ മൈനസ് ചെയ്യുക. അപ്പോൾ അത് മൈനസ് ചെയ്ത് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. എത്രയാണ് കിട്ടുക? 964. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കി നോക്കാം. Gina wants to buy a bicycle. She has 4275 rupees with her. How much more does she need? അപ്പോൾ എന്താണ്? ജീനക്ക് എന്ത് വേണം? ഒരു ബൈസൈക്കിൾ മേടിക്കണം. ജീന ബൈസൈക്കിളിന് എത്ര രൂപയാണ്? 8999 ആണ്. 8999 ആണ്. ദെൻ അവളിലുള്ള പൈസ എന്ന് പറയുന്നത് 4275 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ഇനി വേണം? പ്രൈസ് ഓഫ് ബൈസൈക്കിൾ പറഞ്ഞത് 8999 ആണ്. അപ്പോൾ അത് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 8999 മൈനസ് 4275 ചെയ്താൽ മതി. 9 മൈനസ് 5, 5 കഴിഞ്ഞാൽ 6 7 8 9, 4 7 കഴിഞ്ഞാൽ 8 9 2, 9ൽ നിന്ന് 2 മൈനസ് ചെയ്ത് 2 കഴിഞ്ഞാൽ 3 4 5 6 7 8 9.
എത്ര കിട്ടി? 7 കിട്ടി, 4 കിട്ടി. അപ്പൊ എത്ര രൂപ ഇനി വേണം? 4724 രൂപ കൂടെ ഉണ്ടെങ്കിൽ എന്ത് മേടിക്കാം? ബൈസൈക്കിൾ മേടിക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ ലെറ്റസാസ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് ഇത്. ഞാൻ ആദ്യത്തെ നോക്കാം. റൈറ്റ് ദ നെക്സ്റ്റ് 3 നമ്പേഴ്സ്. അടുത്ത 3 നമ്പേഴ്സ് എഴുതാൻ. 6772, 6572. 6 സെയിം ആണ്, 7 2 സെയിം ആണ്. എന്താണ്? 7 5 3 ഒക്കെ ആയിട്ട് മാറുകയാണ്. അപ്പൊ എത്ര വെച്ചിട്ടാണ് മാറുന്നത് നോക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 6772 മൈനസ് 6572. 0 0 5 കഴിഞ്ഞാൽ 6 7 0 200. അപ്പൊ എന്താണ്? ഇതിന്റെ കൂടെ 200 കൂട്ടിയതാണ് ഇത്, ഇതിന്റെ കൂടെ 200 കൂട്ടിയതാണ് ഇത്. അപ്പൊ ഇനി എന്താണ് വരിക? ഇതിൽ നിന്നും 200 കുറച്ചതായിരിക്കും അടുത്ത സംഖ്യ വരിക. അതായത് 6 1 7 2. അപ്പൊ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ 7 വന്നു, ഇവിടെ 5 വന്നു, ഇവിടെ 3 വന്നു. അപ്പൊ ഇനി ഇവിടെ 1 വരിക. പക്ഷെ അടുത്ത ഡിജിറ്റ് കാണുമ്പോൾ നമുക്ക് എന്താ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പൊ അതിനാണ് നമ്മൾ ഈ 200ന്റെ റിലേഷൻ നമ്മൾ പഠിച്ചു വെച്ചത്. അപ്പൊ ഇനി അടുത്ത സംഖ്യ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 6172 മൈനസ് 200 ചെയ്താൽ മതി. 2 7 ഇവിടെ എന്ത് വരും? 11 ആവും. ഇവിടെ മാറിയിട്ട് 5 ആവും. 2 കഴിഞ്ഞാൽ 3 4 5 6 7 8 9 10 11. അപ്പൊ എത്ര വരും? ഇവിടെ 9 വരും, 5 വരും. അപ്പൊ നമുക്ക് അടുത്ത സംഖ്യ കിട്ടി 5972. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് എത്ര വരും? ഇതൊക്കെ സെയിം ആണ്. 9ന്റെ പകരം 9 മൈനസ് 2 എത്രയാണ്? 7. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത പാറ്റേൺ നോക്കി നോക്കാം. 2 3 6 5, 2 2 5 4, 2 1 4 3 ഒക്കെയാണ്. അപ്പൊ അവിടെ എങ്ങനെ നമുക്ക് റിലേഷൻ നോക്കി നോക്കാം. 2 3 6 5 മൈനസ് 2 2 5 4. 1 കിട്ടി. ഇവിടെ എത്ര? 1 കിട്ടി, 1 കിട്ടി, 0. നമുക്ക് ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. 2 1 4 3, 2 2 5 4, 1 1 1. ഓക്കെ, അപ്പോൾ എന്താണ്? 111ന്റെ വ്യത്യാസമാണ് വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് 111 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? അടുത്ത സംഖ്യ കിട്ടും. അതിൽ നിന്ന് 111 മൈനസ് ചെയ്താൽ അടുത്ത സംഖ്യ കിട്ടും. അതിൽ നിന്ന് 111 മൈനസ് ചെയ്താൽ അതിൻ്റെ അപ്പുറത്തെ സംഖ്യ കിട്ടും. ഇനി ഇതെങ്ങനെ നോക്കി നോക്കൂ. അടുത്ത സംഖ്യ നമുക്ക് എങ്ങനെ കിട്ടി നോക്കിയാലോ. 5438 മൈനസ് 5368. 0. ഇവിടെ എന്ത് വരും? 13 വരും. ഇവിടെ 3 വരും. 6 കഴിഞ്ഞാൽ 7 8 9 10 11 12 13. ഇവിടെ 7 വന്നു, ഇവിടെ 0 വന്നു. അപ്പൊ 70ന്റെ വ്യത്യാസത്തിലാണ് പോകുന്നത്. എന്താണ്? ഇതിന്റെ കൂടെ 70 കൂട്ടിയതാണിത്, ഇതിന്റെ കൂടെ 70 കൂട്ടിയതാണോ ഇത് നമുക്ക് നോക്കി വെക്കാം. 5438 പ്ലസ് 70 ഒന്ന് ചെയ്ത് നോക്കൂ. 8 10 ബാക്കി 1 5 5. കറക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ കൂടെ 70 കൂട്ടിയത് ഇവിടെ വരും. 5578, 5648, 5718 എന്ന രീതിയിൽ അങ്ങോട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താ? ഗ്രോസറീസ് ഫോർ 1 month were brought for Kichu's household and it is cost 5372 rupees. 3785 rupees was paid in cash and the rest transferred via an UPI app. How much is it? അപ്പൊ എന്താണ് പറയുന്നത്? കിച്ചുവിന്റെ വീട്ടിലത്തെ കാര്യമാണ്. വീട്ടിൽ പച്ചക്കറി ഹൗസ് ഹോൾഡ്സ് ഒക്കെ സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പൊ 5372 രൂപയാണ് ഇത് ആയത്. 3688 രൂപ എന്തായിട്ട് കൊടുത്തു? ക്യാഷ് ആയിട്ട് കൊടുത്തു. ബാക്കി UPI വെച്ചിട്ട് കൊടുക്കുക. GPay ഗൂഗിൾ പേ ഒക്കെ വഴി കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും? കാണാൻ എന്ത് ചെയ്താൽ മതി? 5372 മൈനസ്
3685 ചെയ്താൽ മതി. ഇവിടെ എന്ത് വരും? 12 വരും. ഇവിടെ എന്ത് വരും? 6 വരും. ഇവിടെ 2 വരും. ഇവിടെ 1 വരും. ഇവിടെ 12 വരും. ഇവിടെ 4 വരും. ഓക്കെ, മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 7, 8, പിന്നെന്താ? 12 മൈനസ് 6, 6, 1. 1687 രൂപ UPI വെച്ചിട്ട് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം നോക്കാം. Subtract the number got by combining 43 hundreds and 57 tens from the number got by combining 8027 tens and 5 ones. അപ്പോൾ എന്താണ്? സബ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെന്താ പറയുന്നത്? ഏത് നമ്പറേക്കൊക്കെയാണ്? got by combining 43 hundreds and 57 tens from the number got by 8027 tens ഉം 5 ones. 8000 എന്ന് പറയുമ്പോൾ എത്രയാണ്? 8000 പ്ലസ് 27 tens എന്ന് പറയുമ്പോൾ എത്രയാണ്? 270 പ്ലസ് 5 ones എന്ന് പറയുമ്പോൾ 5 തന്നെ. അപ്പോൾ എത്ര കിട്ടി? 5, 7, 2, 8. 8275 എന്ന് കിട്ടി. ഇനി അടുത്ത നമ്പർ എന്തായിരിക്കും? തൽക്കാലം അപ്പം ഞാനിത് മായ്ക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത നമ്പർ എന്തായിരിക്കും? 4300. 4300 എന്ന് പറയുമ്പോൾ 4300 ആണ്. 57 tens എന്ന് പറയുമ്പോൾ 570 ആണ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് കൂട്ടുമ്പോൾ എത്ര വരും? 5 + 3 8, 4. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ നിന്നും ഈ വലിയ സംഖ്യയായിട്ടുള്ള 8275 നിന്നും 4870 മൈനസ് ചെയ്യാം. 8275 മൈനസ് 4870 ചെയ്യുക. 0, 5. അടുത്ത എന്ത് വരും? ഇവിടെ 12 വരും. ഇവിടെ 7 വരും. അപ്പോൾ ഇവിടെ 4 വന്നു. 4, 5, 6, 7, 8, 3 വരും. ഓക്കെ, 4 കഴിഞ്ഞാൽ 5, 6, 7. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്മുടെ ആൻസർ? 3405. നെക്സ്റ്റ് എന്താ? You have 18 beads. Write the largest and smallest numbers you can show on the abacus with these. What is the difference of these numbers? അപ്പോൾ എന്താണ്? നമ്മൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തതാണ്. എന്താണ്? നിങ്ങളുടെ കയ്യിൽ എത്ര ബീഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. മായ്ക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ 18 ബീഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ കയ്യിൽ 18 ബീഡ്സ് ആണുള്ളത്. റൈറ്റ് ദ സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് നമ്പർ that can be shown in the abacus with this. What is the difference of these numbers? ഈ നമ്പേഴ്സിന്റെ ഡിഫറൻസും എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു അബാക്കസ് വരക്കാം. ഓക്കെ, നമുക്ക് അബാക്കസ് വെച്ചിട്ട് നമുക്ക് ആദ്യം എങ്ങനെയാണ് അപ്പോൾ ലാർജസ്റ്റും സ്മോളസ്റ്റും എടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ നല്ല ലെങ്തി ആയതുകൊണ്ടാണ് നമ്മൾ അത് ഇനിയും പറയാത്തത്. അപ്പോൾ നമുക്ക് ലാർജസ്റ്റ് നമ്പർ എത്ര കിട്ടും? 9900 കിട്ടും. അപ്പോൾ ഇവിടെ എത്ര എണ്ണം? 1, 2, 3, 4, 5, 6, 7, 8, 9. ഇവിടെ 9 എണ്ണം വരയ്ക്കുക. ദെൻ ഇവിടെയും 1, 2, 3, 4, 5, 6, 7, 8, 9. ഇവിടെയും 9 എണ്ണം വരയ്ക്കുക. ഇത് എത്രയാണ്? 9900 ആണ്. ഇനി അപ്പോൾ അടുത്തതിൽ എത്ര എണ്ണം വരയ്ക്കണം സ്മോളസ്റ്റ് കിട്ടാൻ? 1089. ഈ ബീഡ്സിന്റെ സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 118 ആയിരിക്കും. അങ്ങനെയാണ് നമ്മളിത് കിട്ടുക എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ 1089 കിട്ടാൻ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒന്നും വേണ്ട, ഇവിടെ 8 എണ്ണം. 1, 2, 3, 4, 5, 6, 7, 8. 8 എണ്ണം. ഇവിടെ 9 എണ്ണം വരുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9. ഇവിടെ 9 എണ്ണം. ഓക്കെ, ഇനി ഇതിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫറൻസ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം?
990 മൈനസ് 1089. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? 990-ൽ നിന്നും 1089 മൈനസ് ചെയ്ത് നമുക്ക് 8811 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ 990 നമുക്ക് എങ്ങനെ കിട്ടിയത്? ഇതിൻ്റെ സം ഓഫ് 9 + 9 എന്ന് പറയുന്നത് 18 ആണ്. ഇവിടെ 9 + 8 + 1 എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.